Hi dear friends, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും റവ വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. റവയും മുട്ടയും കൂടെ ചേർത്തിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ള റവയും പഴവും വെച്ചിട്ടുള്ള സ്നാക്ക് റെസിപ്പി കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് റവ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. ഗരം മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയാണ് ചേർക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം റവ ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നെ 1 കപ്പ് മുഴുവനായി ഒരുമിച്ചല്ല ചേർക്കുന്നത്, കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചതാണ്, അത് ചേർക്കാം. കുറച്ച് മല്ലിയില കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചൂടോടുകൂടെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടയുടെ ആവശ്യമുണ്ട്. ഞാനിവിടെ 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു മുട്ട തന്നെ കുറേ അധികം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കൂടുതൽ എടുക്കാം. ഇല്ലെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്യാം, 4ആയിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് അധികമായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയൊരു മുട്ട കഷ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഉരുട്ടിയെടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ മുട്ട വെച്ചിട്ട് കവർ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. മുട്ട കഷ്ണം പുറത്ത് കാണാതെ, പുറത്ത് വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഓയിൽ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇട്ട ഉടൻ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്തു വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. നല്ല ഡാർക്ക് കളറായിട്ട് വരും, കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഒരു സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ നമ്മുടെ ചാനലിൽ മറ്റുള്ള സ്നാക്ക് റെസിപ്പീസ് കൂടെ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്